ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. എയിം സ്റ്റഡി സെന്ററിന്റെ കഴിഞ്ഞ വർഷത്തെ 5 കേഡറ്റ് എക്സാമുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ സംഭാവന ചെയ്തൊരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. 3000-ലധികം വിദ്യാർത്ഥികളെ കേഡറ്റ് ലഭിക്കാൻ പ്രാപ്തമാക്കിയ സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന LPUP എക്സാമുകളിലും നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ ജോലിയിലെത്തിക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ. അപ്പം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ് മുഖേന നിങ്ങൾക്ക് എല്ലാവിധ, അതായത് കേഡറ്റ് എക്സാം ആയിക്കോട്ടെ, LPUP എക്സാം ആയിക്കോട്ടെ, മറ്റ് എല്ലാ PSC എക്സാമുകൾക്കും വേണ്ട ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു എയിം സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ജോഗ്രഫി ഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ നിലവിൽ വരുന്ന എക്സാമുകളിൽ നമുക്കൊരു ആദ്യത്തെ എക്സാമിനേക്കാളും ഇപ്പം വരുന്ന എക്സാമുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സാമുകളാണ്. ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു മാർക്ക് കിട്ടുകയുള്ളൂ. മുൻപ് നമുക്കറിയാം, എന്താണ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നദികളിൽ നിന്ന് ചോദിച്ച ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നർമ്മദയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിലൊരു ചോദ്യം ഇതായിരുന്നു. 2 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മൈക്കലാ നിരയിലെ അമർകണ്ടക പീഠഭൂമി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നർമ്മദാ നദി പതിക്കുന്നത് അറബിക്കടലിൽ. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് വന്നത്. അപ്പൊ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു: A മാത്രം ശരിയാണ്, B ശരിയാണ്, Aയും Bയും ശരിയാണ്, B മാത്രം ശരിയാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു 1-2 ചോദ്യം നർമ്മദയെ കുറിച്ച് പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് ഇതിന്റെ ഉത്തരം എന്തായാലും എഴുതാൻ പറ്റില്ല. അപ്പം എന്താണ് നമ്മൾ പഠിക്കുന്ന ഭാഗം, ആ ഭാഗം കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് എന്ത് ചെയ്യും, റാങ്ക് നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എയിം സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എല്ലാ എക്സാമുകളെയും നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ LPUP എക്സാമുകളിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ ജോലിയിൽ എത്തിക്കാൻ പ്രാപ്തമാക്കിയ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ്. ട്രോപ്പോസ്ഫിയർ നോക്കിക്കോ. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിനർത്ഥം സംയോജന മേഖല എന്നാണ്. സംയോജന മേഖല. തിരച്ചിൽ എന്നർത്ഥം വരുന്ന ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കുണ്ടായത്. തിരച്ചിൽ എന്നർത്ഥം വരുന്ന ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കുണ്ടായത്. ട്രോപ്പോസ്ഫിയറിന്റെ അർത്ഥം സംയോജന മേഖല. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഹൈറ്റ് എത്രയാണിതാ? ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാം. ഈ അന്തരീക്ഷവാളികൾ ഓർഡർ അറിയില്ല എങ്കിൽ നമ്മൾ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യാറില്ല, ഹെഡും ടൈലും മുകളിലോട്ട്. അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ചോ, ട്രോസ്, ട്രോസ്, ട്രോസ്മിത്തർ എന്നൊരു വേർഡ് മുകളിലോട്ടേക്ക് ഓർമ്മിച്ചാൽ മതി. ട്രോസ്മിത്തർ മുകളിലോട്ടേക്കാണ് ട്രോസ്മിത്തർ. അപ്പൊ ആദ്യം നമ്മൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഹൈറ്റ് എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. അപ്പൊ SCERT ബുക്ക് പ്രകാരം ഹൈറ്റ് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. ചിലതിൽ 20 കിലോമീറ്റർ എന്നൊക്കെ കാണാം. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഹൈറ്റ് 13 കിലോമീറ്റർ. എന്നാൽ ട്രോപ്പോസ്ഫിയറിന് എല്ലായിടത്തും ഒരുപോലെ അല്ല ഹൈറ്റ്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് വേറെയും ഭൂമധ്യരേഖാ പ്രദേശ ഹൈറ്റ് വേറെയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് 8 കിലോമീറ്റർ ആണ്. 8 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റർ ആണ്. കാരണം എന്താ? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലല്ലേ, സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഭാഗമല്ലേ. അപ്പൊ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂട് കൂടുന്ന സമയത്ത് വായു വികസിച്ച് ഉയർന്നു പോകുന്നു അല്ലെ, വായു വികസിച്ച് ഉയർന്നു പോകുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? വായു വികസിച്ച് ഉയർന്നു പോകുന്ന സമയത്ത് അവിടെ എന്താണ്? ട്രോപ്പോസ്ഫിയറിന് എന്താണ് ഉയരം കൂടുതലാണ് വരുന്നത്. അപ്പം ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റർ ആണ്. അപ്പൊ ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്ററുമാണ്. ട്രോപ്പോസ്ഫിയറിന്റെ വാക്കിനർത്ഥം സംയോജന മേഖല. തിരച്ചിൽ എന്നർത്ഥം വരുന്ന ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കുണ്ടായത്. ശരാശരി ഹൈറ്റ് നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു? 13 കിലോമീറ്റർ. ധ്രുവങ്ങളിൽ ഹൈറ്റ് 8 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശ ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി അല്ലെ, ട്രോപ്പോസ്ഫിയർ അല്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി നോക്ക്, അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെ ആരാ? ട്രോപ്പോസ്ഫിയർ അല്ലേ? അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെയുള്ളത് ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ആരാണ്? ട്രോപ്പോസ്ഫിയർ. ശരാശരി ഹൈറ്റ് 13, ധ്രുവങ്ങളിൽ 8, ഭൂമധ്യരേഖാ പ്രദേശം 18,
പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളികൾ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയറിന്റെ അടുത്ത് സംയോജന മേഖല. ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം എന്താണ്? തിരച്ചിലാണ്. ഇനി നോക്ക്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. ഞാനും നിങ്ങളും അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. അടുത്ത പോയിന്റ് ഓർമ്മിച്ചോ, മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത പോയിന്റ് ഓർമ്മിക്കുക, എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും, ഇപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? മഴ, മഞ്ഞ്, കാറ്റ്, വെയില്, ഇടി, മിന്നൽ തുടങ്ങിയ എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഇങ്ങനെയും പറയാം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷപാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പം ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത? ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നു, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നു, മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു, എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. എന്താ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം? മഴ, മഞ്ഞ്, കാറ്റ്, വെയില്, ഇടി, മിന്നൽ തുടങ്ങിയ എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. സ്ഥിരം ചോദിക്കലുണ്ട്, ഇടിമിന്നൽ ഉണ്ടാകുന്ന അന്തരീക്ഷപാളി ഏത്? ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെയോ, ഈ ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായു പ്രവാഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലൂടെ വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. മറ്റൊരു പ്രത്യേകത, ഭൂമിയുടെ അന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷ ജലബാഷ്പത്തിന്റെ 99% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏതാണ്? നൈട്രജൻ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കോ, ഗ്രീൻ ഹൗസ് എഫക്ട്. എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും അതിനെ ഉൾപ്പെടുത്താം, പക്ഷെ അതിന് വേറെ തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മൾ അതിന് വേറെ പറയുന്നു. ഗ്രീൻ ഹൗസ് എഫക്ട് അഥവാ ഹരിതഗൃഹ പ്രഭാവം. ഗ്രീൻ ഹൗസ് എഫക്ട് അഥവാ ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാകുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. തൽക്കാലം നിങ്ങൾ ഈ ഹരിതഗൃഹ പ്രഭാവത്താൽ ഉണങ്ങിയ മരമായിട്ട് ഇതിനെ സങ്കല്പിച്ചോ. ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തത്, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നത്? മുകളിലോട്ട് പോകും തോറും എന്ത് മാറ്റം സംഭവിക്കുന്നു? ഉദാഹരണത്തിന് വയനാട്ടിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ എന്താണ് അവസ്ഥ? തണുപ്പ് കൂടുന്നല്ലേ. അപ്പം ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു. ഇവിടെ നോക്കിക്കോളെ, ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ഓർമ്മിച്ചോ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു. അപ്പം സ്ട്രാറ്റോസ്ഫിയറിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കൂടുന്നു. മിസോസ്ഫിയറിൽ ഓപ്പോസിറ്റ് എന്താണ്? കുറയുന്നു. തെർമോസ്ഫിയറിൽ ഓപ്പോസിറ്റ് എന്താണ്? കൂടുന്നു. ആ രീതിയിൽ പോട്ടെ. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില എന്ത് ചെയ്യുന്നു? താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. അതിനെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. അതിനെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അടുത്ത പോയിന്റ്, ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഏതാണത്? ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഭാഗം ഏതാണ്? ട്രോപ്പോപാസ്. ഇതാ അവിടെ നോക്കിയോ, എന്താ
ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രോപ്പോപാസ്. അപ്പൊ ഓർമ്മിച്ചോ, ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും അടിയിൽ ആരാണോ വരുന്നത് അയാൾക്കൊരു പാസ് ഇട്ട് കൊടുത്താൽ മതി. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിനും വേർതിരിക്കുന്നത് ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും വേർതിരിക്കുന്നത് മെസോപാസ്. പാസ് ഇട്ടാ കിട്ടിയില്ലേ? ഇത്രയാണ് ട്രോപ്പോസ്ഫിയർ. ഒരു 10-23 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിനർത്ഥം സംയോജന മേഖല. തിരച്ചിൽ എന്നർത്ഥം വരുന്ന ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കുണ്ടായത്. ഇല്ലേ? ശരാശരി ഹൈറ്റ് 13, ധ്രുവങ്ങളിൽ ഹൈറ്റ് 8, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഹൈറ്റ് 18. പിന്നെന്താണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി, അന്തരീക്ഷപാളികളുടെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്നു. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. മാനവരാശിയുടെ ഭവനം. മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. 10 പോയിന്റായി. എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നു. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നു. 12 പോയിന്റായി. ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാകുന്ന അന്തരീക്ഷപാളി അഥവാ ഗ്രീൻ ഹൗസ് എഫക്ട്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം, ജെറ്റ് പ്രവാഹം. ഭൂമിയുടെ അന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% ഉൾക്കൊള്ളുന്നു. അന്തരീക്ഷ ജലബാഷ്പത്തിന്റെ 99% ഉൾക്കൊള്ളുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 160 സെന്റിമീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. അതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഭാഗം ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും വേർതിരിക്കുന്ന സംക്രമണ മേഖല ട്രോപ്പോപാസ്. ഇത്രയാണ് ട്രോപ്പോസ്ഫിയർ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പോയിന്റ് ചെയ്യാം. അർത്ഥം എന്താണ്? സംയോജന മേഖല അല്ലെ. തിരച്ചിൽ എന്നർത്ഥം വരുന്ന ട്രോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കുണ്ടായത്. ശരാശരി വരെ എത്രയാ? 13 കിലോമീറ്റർ ആണ്. ധ്രുവങ്ങളിൽ ഹൈറ്റ് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റർ ആണ്. 18 കിലോമീറ്റർ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളികൾ ഏറ്റവും താഴെ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നു. പിന്നെയോ മേഘങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. പിന്നെയാണ് കാറ്റ്, മഴ, ഹിമപാതം, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ എല്ലാം ഉണ്ടാകുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാകുന്ന അന്തരീക്ഷപാളി അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലേ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. പിന്നെയോ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. അതിൽ നമ്മൾ മഴ, മഞ്ഞ്, കാറ്റ് പേര് പറഞ്ഞു. ട്രോപ്പോസ്ഫിയറിലെ വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. പിന്നെയോ ഭൂമിയുടെ അന്തരീക്ഷ പിണ്ഡത്തിൽ കാണപ്പെടുന്നത്, അന്തരീക്ഷ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷ ജലബാഷ്പത്തിന്റെ എത്രയാ? ഇവിടെ എഴുതിയിട്ടില്ല. അന്തരീക്ഷ ജലബാഷ്പത്തിന്റെ 99% ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകവും കൂടി എഴുതിക്കുക. ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ. പിന്നെയോ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ മുകളിലോട്ട് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ഇതിനെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ്. പിന്നെയോ ട്രോപ്പോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും വേർതിരിക്കുന്ന സംക്രമണ മേഖല എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ട്രോപ്പോപാസ് ആണ്. ഇത്രയാണ് നമുക്ക് ട്രോപ്പോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത് നമ്മൾ നോക്കുന്നു രണ്ടാമത്തെ അന്തരീക്ഷപാളി. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഒരു പോയിന്റ് അത് തന്നെയാണ്. രണ്ടാമത്തെ അന്തരീക്ഷപാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഹൈറ്റ് 13 മുതൽ 50 കിലോമീറ്റർ വരെ. 13 to 50 കിലോമീറ്റർ വരെ. 13 മുതൽ 50 കിലോമീറ്റർ വരെ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. രണ്ടാമത്തെ അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ.
സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ലാത്ത ഭാഗത്തെ സമതാപ മേഖല എന്ന് പറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നുണ്ട്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ലാത്ത ഭാഗത്തെ എന്ത് പറയുന്നു? സമതാപ മേഖല. സമതാപ മേഖല. ഇനി ഇവിടെ നോക്കിക്കോ, സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജെറ്റ് വിമാനങ്ങളുടെയും അതേപോലെ തന്നെ എന്താണ് വിമാന സഞ്ചാരത്തിനും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി. ഓർമ്മിച്ചോ, ജെറ്റ് വിമാനങ്ങളുടെയോ അല്ലെങ്കിൽ വിമാന സഞ്ചാരത്തിനും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെയും വിമാന സഞ്ചാരത്തിനും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. കാരണം എന്താ? പൊടിപടലങ്ങളുടെ അസാന്നിധ്യമാണ്, തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി ആയതുകൊണ്ടാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ്, പൊടിപടലങ്ങളും കുറവാണ്. അപ്പൊ ജെറ്റ് വിമാനങ്ങളുടെയും വിമാന സഞ്ചാരത്തിനും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന രണ്ടു തരം മേഘങ്ങളാണ്. ഒന്ന് നാക്രിയസ് മേഘവും മറ്റൊന്ന് നൊക്റ്റിലുസന്റ് മേഘവും. നാക്രിയസും കോൺട്രിയലും. നാക്രിയസ് ആൻഡ് കോൺട്രിയൽ രണ്ടു തരം മേഘമുണ്ട്. ഏതാ? ഇതാണ് നാക്രിയസ് മേഘം, മറ്റൊന്നാണ് കോൺട്രിയൽ മേഘം. ഒന്നുകൂടി ഓർമ്മിച്ചു, സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ അന്തരീക്ഷ പാളി, ഹൈറ്റ് 13 to 50 കിലോമീറ്റർ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ലാത്ത ഭാഗത്ത് സമതാപ മേഖല എന്ന് പറയുന്നു. ജെറ്റ് വിമാനങ്ങളുടെ വിമാന സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി. എന്തുകൊണ്ട്? അവ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി, പൊടിപടലങ്ങളുടെ സാന്നിധ്യവും ഉള്ളത് കൊണ്ടാണ്. പിന്നെ കാണപ്പെടുന്ന രണ്ടു തരം മേഘങ്ങളാണ് നാക്രിയസ് മേഘവും മറ്റൊന്നെന്താണ്? നാക്രിയസ് ആൻഡ് കോൺട്രിയൽ മേഘം. കോൺട്രിയൽ മേഘത്തിന് ഞാനിവിടെ വരച്ചെന്താ? ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘമാണ് കോൺട്രിയൽ മേഘം. നമ്മൾ കാണാറില്ലേ, റോക്കറ്റ് ആകാശത്തോട് പോയി കഴിഞ്ഞാൽ ആകാശത്ത് നീളത്തിലുള്ള ഒരു വര കാണുന്നത്? ആ സാധനമാണ് കോൺട്രിയൽ മേഘം. അപ്പം ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘം ഏതാണ്? കോൺട്രിയൽ മേഘം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലാണ് ആരെ കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇതാണ് ഓസോൺ പാളി. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ ഓസോൺ പാളി എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇതാണ് ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്നാൽ അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ്, നമ്മൾ നേരത്തെ പഠിച്ചാലേ, സ്ട്രാറ്റോപാസ്. അപ്പൊ ഇതിന്റെ പേര് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ താപം സ്ഥിരമായി നിലനിൽക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ്. അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? സ്ട്രാറ്റോപാസ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്തൊക്കെയൊന്നും കൂടി പറഞ്ഞ 1 by 1 ആയിട്ട്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഹൈറ്റ് 13 to 50. രണ്ടാമത്തെ അന്തരീക്ഷ പാളി. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ലാത്ത ഭാഗത്ത് സമതാപ മേഖല എന്ന് പറയുന്നു. ജെറ്റ് വിമാനങ്ങളുടെയും വിമാന സഞ്ചാരത്തിനും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി. നാക്രിയസ് കോൺട്രിയൽ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. ജെറ്റ് വിമാനം സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘമാണ് കോൺട്രിയൽ മേഘങ്ങൾ. അല്ലെ, ജെറ്റ് വിമാനം സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘമാണ് കോൺട്രിയൽ മേഘങ്ങൾ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ താപസ്ഥിരമായി നിലനിൽക്കുന്ന ഭാഗം സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? സ്ട്രാറ്റോപാസ്. അതിനുശേഷം നമുക്ക് ഓസോൺ പാളി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓസോൺ പാളി നോക്കാം അല്ലെ. ഓസോൺ പാളിയുടെ ഹൈറ്റ് ഏകദേശം 13 മുതൽ 35 കിലോമീറ്റർ വരെയാണ് ഓസോൺ പാളി വരുന്നത്. 13 to 35. അപ്പം ഭൂമിയുടെ ഒരു കവചമായിട്ട് നിലനിൽക്കുന്നത് ആരാണ്? നമ്മുടെ ഓസോൺ പാളിയാണ് അല്ലെ. അപ്പം ഭൂമിയുടെ ഒരു കവചമായിട്ട് നിലനിൽക്കുന്ന ആരാണ്? ഓസോൺ പാളിയാണ്. അന്തരീക്ഷത്തിൽ വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? ഒരു കുട സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ, ഒരു കുടചൂടി ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ നിലനിൽക്കുന്ന ആരാണ്? ഓസോൺ പാളി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഓസോൺ പാളിയുടെ ശരാശരി ഹൈറ്റ് എത്രയാണ്? 35 കിലോമീറ്റർ. ഓസോൺ പാളിയുടെ നിറം എന്താ? ഇളം നീല. ഓസോൺ ദിനം എപ്പോഴാ? സെപ്റ്റംബർ 16. ഓസോൺ പാളിയുടെ ഹൈറ്റ് 35 കിലോമീറ്റർ, നിറം ഇളനീല, ദിനം സെപ്റ്റംബർ 16. ഓസോൺ കണ്ടെത്തിയത് ആരാണ്?
ഓസോൺ കണ്ടെത്തിയത് ആര്? ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ഓസോൺ കണ്ടെത്തിയത് ക്രിസ്ത്യൻ എഫ് ഷോൺബീൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും. ഓസോൺ കണ്ടെത്തിയത് ക്രിസ്ത്യൻ എഫ് ഷോൺബീനും, ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും. ഓസോൺ കണ്ടെത്തുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7 ആണല്ലോ. നിംബസ് 7 പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. ഓസോൺ പാളിക്കുണ്ടാകുന്ന വിള്ളലുകൾ അറിയപ്പെടുന്ന പേരാണ് ഓസോൺ ശോഷണം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് CFC, ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന മേഘമാണ് നാക്രിയസ് മേഘം. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന മേഘം ഏതാണ്? നാക്രിയസ് മേഘം. ആദ്യമായിട്ട് ഓസോൺ പാളിക്ക് വിള്ളൽ കണ്ടെത്തിയ സ്ഥലം അന്റാർട്ടിക്കയിലെ ഹാലിബയാണ്. ഹാലിബ. ഓസോൺ സംരക്ഷണ ഉടമ്പടി അറിയപ്പെടുന്ന പേരാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ഓസോൺ സംരക്ഷണ ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞ എന്താ? മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16. ആ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. തൊട്ടടുത്ത വർഷം 1958 UN ജനറൽ അസംബ്ലിയിൽ ഓസോൺ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് 1994 വർഷങ്ങൾ ഓർമ്മിക്കണേ. 87 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചു. 88 എന്ത് ചെയ്തു? UN ജനറൽ അസംബ്ലി ഓസോൺ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. 1989 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നു. 1994 ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചങ്ങ് തുടങ്ങി. ഓക്കെ അല്ലേ? ഇനി ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ആണ് ഏത്? ഡോപ്സൺ യൂണിറ്റ്. ഡോപ്സൺ യൂണിറ്റ്. ഒന്നുകൂടി. ഓസോണിന്റെ ഹൈറ്റ് 35 കിലോമീറ്റർ. ഓസോണിന്റെ നിറം ഇളം നീല. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ എഫ് ഷോൺബീൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിംബസ് 7. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവന്ന സസ്യം തുളസി. ഓസോൺ പാളിക്കുണ്ടാകുന്ന വിള്ളലുകൾ ഓസോൺ ശോഷണം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം CFCയും കാർബൺ മോണോക്സൈഡും. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാകുന്ന മേഘമാണേത്? നാക്രിയസ് മേഘം. ആദ്യമായിട്ട് ഓസോൺ പാളിക്ക് വിള്ളൽ കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലെ ഹാലിബയിലാണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം 1987 സെപ്റ്റംബർ 16. UN ജനറൽ അസംബ്ലിയിൽ ഓസോൺ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു 1988. ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എപ്പോഴാണ്? 89 ജനുവരി 1. ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് 94 ഇല്ലേ? പിന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പേരിൽ പറഞ്ഞത്? ഡോപ്സൺ യൂണിറ്റ്. പറഞ്ഞ കാര്യങ്ങളൊന്ന് പോയിന്റ് ചെയ്യാം. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ ഹൈറ്റ് നമ്മൾ പറഞ്ഞ എത്രയാണ്? 20 മുതൽ 50. അപ്പൊ അല്ലെങ്കിൽ എന്താണ്? SCRT ഒക്കെ എത്രയാണ്? 13 ആണ്. 13 കിലോമീറ്റർ മുതൽ 50 വരെ, അല്ലെങ്കിൽ 20 കിലോമീറ്റർ മുതൽ 50 വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു അന്തരീക്ഷ പാളി ആണല്ലോ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നവരും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ SCRT ഫാക്ട് ആണ്, അങ്ങനെ തന്നെ ഓർമ്മിച്ചോ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില മാറ്റമില്ലാത്ത ഭാഗം സമതാപ മേഖല. അത് എഴുതണേ പ്രത്യേകിച്ച്. സമതാപ മേഖല എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമില്ലാത്ത ഭാഗം സമതാപ മേഖല എന്ന് പറയുന്നു. അടുത്തത്, പൊടിപടലമോ ജലബാഷ്പമോ ലംബതല വായുപ്രവാഹമോ കാണപ്പെടുന്നില്ല കേട്ടോ. കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ചുറ്റുവിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ പൊടിപടലമോ ജലബാഷ്പമോ ലംബതല വായുപ്രവാഹമോ കാണപ്പെടുന്നില്ല. പിന്നെയോ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി അല്ലെ, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചമാണ് എന്ത്? ഈ പറയുന്ന ഓസോൺ പാളി. കണ്ടില്ലേ? ഈ ഓസോൺ പാളി ഇതാ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു കവചമായിട്ട് സംരക്ഷിച്ച് നിലനിർത്തുന്നവരാണ് ഈ ഓസോൺ പാളിയാണ്. എന്നിട്ടും അതിന് വിള്ളലുകൾ സംഭവിക്കുന്നു അല്ലെ, നമ്മളുടെ ഓരോ പ്രവൃത്തികൾ മൂലം. ഭൗമോപരിതലത്തിൽ നിന്ന് 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളിയുടെ നിറം നമ്മൾ പറഞ്ഞു ഇളം നീലയാണ്. ഓസോൺ ദിനം എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? എപ്പോഴായിരുന്നു?
ഭൂമിയുടെ താപനില ക്രമീകരിക്കുന്നതിനാൽ ഓസോണിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്സിജന്റെ ഒരു അലോട്രോപ്പാണ് എന്ത് ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിന് 3 ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ എഫ് ഷോൺബീൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടലുകളാണ് ഓസോൺ ശോഷണം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓസോണിന്റെ ഡിഫ്ലാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം ഏതൊക്കെയാണ്? ക്ലോറോ ഫ്ലോറോ കാർബൺ അഥവാ CFC, കാർബൺ മോണോക്സൈഡ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്ന മേഘമാണെങ്കിൽ നാക്രിയസ് മേഘമാണ്. നാക്രിയസ് മേഘം. വിള്ളലുണ്ടാക്കുന്ന മേഖലമാണ് നാക്രിയസ്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലെ ഹാലിബേയിലാണ്. പിന്നെയോ ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകത നിംബസ് 7 ആണ് അല്ലെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവന്ന സസ്യമാണ് തുളസി. മോൺട്രിയൽ പ്രോട്ടോകോള് ഒപ്പുവെച്ച എപ്പോഴാണ്? 1987 സെപ്റ്റംബർ 16 അല്ലെ. UN ജനറൽ അസംബ്ലിയിലാണ്. UN ജനറൽ അസംബ്ലിയിൽ ഓസോൺ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് 1988. പിന്നെയോ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 89 ജനുവരി 1. ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയപ്പോഴാണ് 1994. പിന്നെയോ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 16. കേരളത്തിൽ ഓസോൺ ദിനാചരണം നടത്തുന്നവരാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയാണ്. അപ്പം കേരളത്തിൽ ഓസോൺ ദിനാചരണം നടത്തുന്നവരാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയാണ് കേരളത്തിൽ ഓസോൺ ദിനം നടത്തുന്നത്. ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പൊ ഓസോൺ പാളി കഴിഞ്ഞ് ബാക്കി സ്ട്രാറ്റോസ്ഫിയറിന്റെ പോയിന്റിലേക്ക് വരുന്നു. ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. കാരണം എന്താ? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ്. വായുഅറകളുടെ സാന്നിധ്യവും കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. നാക്രിയസ് കോൺട്രിയൽ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. പിന്നെയോ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘമാണേത്? കോൺട്രിയൽ മേഘം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാക്രിയസ് മേഘം എന്താ? ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന മേഘമാണ് നാക്രിയസ് മേഘം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസിലെ. പിന്നെയോ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണ്? സ്ട്രാറ്റോപാസ് ആണ്. ഇത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞു. രണ്ടാമത്തെ അന്തരീക്ഷ പാളി എന്ന് പ്രത്യേക ഓർമ്മിക്കാരാണ് സ്ട്രാറ്റോസ്ഫിയർ. പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണത്. അടുത്ത നമ്മൾ നോക്കുന്നു മിസോസ്ഫിയർ. അപ്പം കേട്ടറ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മറ്റു ഒരു സെന്ററിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും വിജയമാണ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിലൂടെ ലഭിച്ചത്. അതിന്റെ റിസൾട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത്രയും റിസൾട്ടുകൾ നമ്മളെ ഈ ഒരു കുറഞ്ഞ ഒരു 5 തവണത്തെ കേട്ടറ്റ് എക്സാമുകളിൽ മാത്രം ലഭിച്ച റിസൾട്ടുകളാണ്. മാത്രമല്ല UPSC LPUP എക്സാമുകളിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നമ്മൾ എയിംസ് സ്റ്റഡി സെന്ററിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓൺലൈൻ ആപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓൺലൈൻ ആപ്പിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. LDCയുടെയും അതേപോലെ തന്നെ LPUPയുടെയും കേട്ടറ്റിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പിലൂടെ ഓൺലൈൻ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ ഇതാണ്. റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ്. പിന്നെ PDF നോട്ട്സ്, ക്ലാസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ PDF ആയിട്ട് നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഈ PDF നോട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് എക്സാമുകൾ, നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്ററുടെ ഒരു സഹായം ഇതിലുണ്ടായിരിക്കും. മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസിന് 24 hours നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയറൻസിനുള്ള സാഹചര്യവും ഉണ്ട്. മാത്രമല്ല ആഴ്ചയിൽ 2 ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും ഇപ്പം സമീപിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും മറ്റും ലഭിക്കാൻ വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.